ഏറ്റവും വലിയ ഒരു നഷ്ടങ്ങളിലൊന്നായി എം കെ സാനുവിൻ്റെ വിയോഗം ഇപ്പോൾ മാറുകയാണ്. എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു. 91 വയസ്സായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 1987 എറണാകുളത്ത് നിന്നും MLA ആയി വിജയിച്ച് രാഷ്ട്രീയ രംഗത്തടക്കം തന്നെ പ്രവർത്തിച്ച അതുല്യ പ്രതിഭയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം MN കാരശ്ശേരി ചേരുന്നു. ശ്രീ MN കാരശ്ശേരി, ഇപ്പോൾ MK സാനു മാസ്റ്റർ വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തെ വിയോഗത്തെ എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തിൽ അങ്ങ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഞങ്ങള് മലയാളം അധ്യാപകർക്ക് വളരെ അഭിമാനം വളർത്തിയ അപൂർവം മലയാള അധ്യാപകരിൽ ഒരാളാണ് സാനു മാഷ്. ആ കൂട്ടത്തില് പണ്ട് ജോസഫ് കോട്ടശ്ശേരി മാഷ്, ഗുപ്തൻ നായർ മാഷ്, ONV കുറുപ്പ് സാറ്, സാനു മാഷ്, അഴീക്കോട് മാഷ്, അങ്ങനെ ആ കൂട്ടത്തിലെ അവസാനം ഉള്ള 1-2 പേരാണ് ഭാഗ്യവശാൽ ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള ലീലാവതി ടീച്ചർ, ഒരാൾ സാനു മാഷ്. അദ്ദേഹം ഇപ്പോൾ അകാലികെന്ന് പറയാൻ വയ്യ, അദ്ദേഹത്തിന് 97 ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കും നമ്മുടെ ഭാഷയ്ക്ക് വലിയ കടപ്പാട് അദ്ദേഹത്തോടുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും പ്രവർത്തിച്ച മേഖല ജീവചരിത്രമാണ്. ശ്രീനാരായണ ഗുരുസ്വാമി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ജീവചരിത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ബഷീറിന്റെ, M ഗോവിന്ദന്റെ, കുട്ടികൃഷ്ണമാരാരുടെ, അനവധി സഹോദരൻ അയ്യപ്പന്റെ ഒക്കെ ജീവചരിത്രം. സഹോദരൻ മാസിക വീണ്ടും പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ സാനുമാഷായിരുന്നു ആണ് ഇപ്പോഴും ചീഫ് എഡിറ്റർ. അതേ ആ സ്ഥാനത്ത് ഇരിക്കുകയാണ് മരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവിടുത്തെ എല്ലാ പുതിയ ചലനങ്ങളുടെയും കൂടെ, നവോത്ഥാനത്തിന്റെ കൂടെ സഹോദരൻ അയ്യപ്പന്റെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതേ ഇവിടെ എന്താണ് മിശ്രഭോജനം, എന്താണ് മിശ്രവിവാഹം തുടങ്ങിയുള്ള വളരെ പുതിയ, അന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ് 1917 ഈ പറയുന്നതൊക്കെ, സഹോദരൻ എന്നുള്ള മാസിക, സഹോദര പ്രസ്ഥാനം, അതൊക്കെ ഇവിടുത്തെ യുക്തിവാദത്തിന്റെ തുടക്കമാണത്. അപ്പോ കേരളത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ശാസ്ത്രബോധം, യുക്തിചിന്ത, ഇതിനൊക്കെ വേണ്ടി അങ്ങേയറ്റം ജോലി ചെയ്ത സഹോദരൻ അയ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകനാണ് സാനു മാഷ്. അദ്ദേഹം 87 എൻ്റെ ഓർമ്മ എറണാകുളത്ത് മത്സരിച്ച് MLA ആയിരുന്നു. പിന്നെ അദ്ദേഹം അനവധി കാലം മഹാരാജന്റെ അധ്യാപകനായിരുന്നു. പിന്നെ അനവധി പുസ്തകങ്ങൾ, ഇപ്പൊ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ സമാരം ഈ അടുത്താണ് വന്നത്. അപ്പോ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കും, ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും, ഒരു സാമൂഹിക വിമർശകൻ എന്നുള്ള നിലയ്ക്കും ഒക്കെ നമ്മുടെ സമൂഹത്തെ ജാഗ്രതാക്കി നിർത്തുന്നതിൽ വളരെ ശ്രദ്ധ ചെയ്യുന്ന ഒരാളാണ് സാനു മാഷ്. അവസാന നിമിഷം വരെ അദ്ദേഹം പ്രവർത്തന നിരതനായിരുന്നു. 97 വയസ്സിലും അദ്ദേഹം പ്രസംഗിക്കുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് ഓർമ്മ നശിക്കുകയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇല്ലാതാവുകയോ ചെയ്തിട്ടില്ല. നമുക്ക് വലിയ കടപ്പാടുള്ള ഒരാളാണ് ഇപ്പോ കടന്നുപോയത്. ശരി, MN കാരശ്ശേരിയാണ് സാനു മാഷെ ഓർത്തെടുത്തത്. നന്ദി. എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായ പ്രൊഫസർ MK സാനു അന്തരിച്ചു. 91 വയസ്സായിരുന്നു. എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. ഇപ്പോൾ പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, വിവരങ്ങൾ. ഈ ഒരു വിയോഗം വലിയ രീതിയിൽ